യുവാക്കളുടെ ഇടയിലും വയലൻസ് ഉള്ള ചിത്രങ്ങൾ, ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറയാം ഇതവരുടെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ആയ ചിത്രങ്ങളല്ലേ ഇച്ചിലൂടെ തിയേറ്ററിൽ ഓടേണ്ടത്? എടാ അത് ഇത് എങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പം നമ്മളൊരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻസ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ്, ഇതിനെയൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിനനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ ഇതനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്കൊരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പം എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമയും ചിലപ്പോൾ ഇത്ര വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒരു വലിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം, വർഷങ്ങളോളം പ്രതികാരം, തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിൻ്റെ യഥാർത്ഥ കഥ. എൻ്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ്. ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൻ്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഞാൻ 2 പടം ചെയ്തു, ഒരു തുള്ളി ചോര ഈ 2 പടത്തിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം, ശരീരം, ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ക്യൂവിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത്, ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച കമൻറ്റ് കുറച്ച് ഞാൻ ഈ മാറ്റർ 5 മാസം മുമ്പ് സംസാരിച്ചതാണ്. അതായത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കഷ്ണങ്ങൾ വരും, സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ, ഇതിൻ്റെ കഷ്ണങ്ങൾ വരുമല്ലോ. അപ്പോൾ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക, വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക, നിൽക്കുക, നിരന്തരം കൊല്ലുക, കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും. വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ, വളരെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധാരണഗതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം. ചെറിയൊരു നിയന്ത്രണം ഉള്ളത്. നമ്മുടെ നാട്ടിൽ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വിൽക്കുന്ന നാടായത്. കാറും പിപിയും ഡോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുണ്ട്. ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട്. കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട്. അങ്ങനത്തെ ഒരു നാടായത്. അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു.